ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വലേറിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. ഇത് സാരിയുടെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു റീസ്റ്റോക്ക് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള റൈറ്റാണ്. നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ പുൽക്കാരി വർക്കും അതുപോലെ കലങ്കാരി ഡിസൈനോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ഐറ്റംസ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സെയിം പാറ്റേൺസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റമായിരുന്നു ഓഫ് വൈറ്റ് കളറിൽ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ പുൽക്കാരി വർക്ക് വരുന്ന ഡിസൈൻസ്. അതിൻ്റെ തന്നെ ഡിസൈൻ ഡിഫറൻസിൽ ഒത്തിരി ഐറ്റംസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ്. കാരണം എല്ലാ കളക്ഷൻസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ ഡിസൈനും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. 1960 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഏതൊരു ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫ് വൈറ്റ് നല്ല കളേഴ്സിൽ വരുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ലുക്കിൽ ഇപ്പോഴും നമ്മൾ സെമി ഡ്രസ്സർ അതുപോലെയുള്ള ഐറ്റംസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാനും പറ്റും. അതുപോലെ ഏത് ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏതൊരു ഒക്കേഷനിലും ഏത് ഏജിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവെണ്ണയാണ്. നിലമ്പൂർ കക്കാടംപൂർ റൂട്ടിലാണ് ഷോപ്പ് വരുന്നത്. ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് കാണിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡറിന്റെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഫാബ്രിക് വരുന്നത് നെറ്റ്കോട്ടയാണ്. നെറ്റ്കോട്ട ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അതിൽ ഫുള്ളായിട്ട് ബോഡി പോർഷനിലെല്ലാം ഫുള്ളായിട്ട് ഇതുപോലെ പുൽക്കാരി വർക്കാണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് വരുമ്പോഴത്തേനും ചെറിയ ലേസ് വർക്കും അതുപോലെ കലങ്കാരി ഡിസൈനും വരുന്നുണ്ട്. പല്ലുവിലും ഫുള്ളായിട്ട് ആ ഒരു കലങ്കാരിയുടെ വർക്കാണ് വന്നിരിക്കുന്നത്. ലേസ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ തന്നെ ഫുള്ള് വർക്കോട് കൂടിയിട്ടാണ്. പ്രൈസ് വരുന്നത് 1960 ആണ്. അടുത്തത് കാണിക്കുന്ന ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നതാണ്. ഓഫ് വൈറ്റ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഓഫ് വൈറ്റ്. ഇരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളർ എന്ന് പറയുന്നത്. നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ചെയ്താലും കുർത്തീസ് ചെയ്താലും ഓഫ് വൈറ്റിന് ഹൈ ഡിമാൻഡാണ്. ഇപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഒരു പിങ്കിൻ്റെ കോമ്പിനേഷനിലേക്കാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. അതിൽ കലങ്കാരി വർക്കാണ് വന്നിരിക്കുന്നത്. ക്ലോസർ വ്യൂ വരുന്നത് പോലെയാണ്. നല്ല ഭംഗിയുള്ള പുൽക്കാരി വർക്കും കലങ്കാരി ഡിസൈനും ആയിട്ട് വരുന്നു. ലേസ് വർക്ക് വരുന്നുണ്ട് ബോർഡേഴ്സിൽ കൂടെ. പല്ലു പോർഷന് നല്ല റിച്ച് ആയിട്ട് ആ കലങ്കാരി ഡിസൈൻ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലുവിലേക്ക് ആ ഒരു ടെമ്പിൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. നമ്മൾ 1 ലെയർ ഒക്കെ ഇട്ടിട്ട് സൈഡ് ചെയ്ത് ഇങ്ങനെ പല്ലുവൊക്കെ പിടിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1960 ആണ്. മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസാണ്. ആ ഒരു ബോർഡേഴ്സിൻ്റെ സെയിം ഡിസൈനോട് കൂടിയിട്ട് ഫുള്ളായിട്ട് ആ ഒരു ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. റേറ്റ് 1960. ഇതിൻ്റെ കളർ ചേഞ്ച് അതായത് ഓഫ് വൈറ്റിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡേഴ്സിൻ്റെ കളേഴ്സിലായിരിക്കും ഡിഫറൻസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്രൗൺ ഷെയ്ഡാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ബോഡി പോർഷനിൽ ഫുള്ളായിട്ട് പുൽക്കാരി വർക്ക് വരുന്നുണ്ട്. നെറ്റ് കോട്ട ഫാബ്രിക്. ബോർഡേഴ്സിലേക്ക് കലങ്കാരി ഡിസൈൻ, ബ്രൗണിൽ കലങ്കാരിയുടെ ഡിസൈൻ വരുന്നുണ്ട്. ലേസ് വർക്ക് വരുന്നു. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. പല്ലുവാണ് ഇതിന് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. എനിക്കൊന്ന് സിംഗിൾ കളർ ഇരുന്ന് കൂടുതൽ ഭംഗിയായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് പീസും ഫുള്ളി ആ ഒരു കലങ്കാരി ഡിസൈൻ തന്നെയാണ് വരുന്നത്. 1960 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പീച്ച് മെറൂൺ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷൻ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ സെയിം പാറ്റേൺ. ഇതിൻ്റെ വർക്കിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. പുൽക്കാരി തന്നെയാണ്. അതിൻ്റെ ഫ്ലോറൽ പാറ്റേണിലേക്ക് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ബോർഡേഴ്സിലേക്ക് ഒരു പീച്ച് വന്നിട്ട് അതിനോട് മെറൂൺ കോമ്പിനേഷനിലുള്ള കലങ്കാരി ഡിസൈൻ വന്നിരിക്കുന്നു. ലേസ് വർക്ക് വരുന്നുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. ഇതിൽ പല്ലുവും ബ്ലൗസ് പീസും സെയിം പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ആ ഒരു ഡിസൈൻ പാറ്റേണിൽ വരുന്നു. റേറ്റ് 1960. നെക്സ്റ്റ് വൺ ഓഫ് വൈറ്റിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ബേജും ഒരു ഗ്രേപ്പിൻ്റെ കൂടെ ഷെയ്ഡിലേക്കാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻസ് ഈ ഓഫ് വൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളേഴ്സാണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. പുൽക്കാരി വർക്കും ആ ഒരു സെയിം പാറ്റേൺ കലങ്കാരി ഡിസൈനും ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡേഴ്സും പല്ലുവും അതുപോലെ ബ്ലൗസ് പീസും സെയിം ഡിസൈൻ പാറ്റേണിലേക്കാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1960. നെക്സ്റ്റ് വൺ ഓഫ് വൈറ്റിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ഒരു കോഫി ബ്രൗൺ ടച്ച് കൂടെ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. സെയിം പാറ്റേൺ വരുന്നു. നെറ്റ് കോട്ട ഫാബ്രിക്കിൽ പുൽക്കാരി വർക്കും അതുപോലെ കലങ്കാരി ഡിസൈനും ഒക്കെ ആയിട്ട് വരുന്നത്. കലങ്കാരി ഡിസൈനിൽ വരുന്ന പല്ലു പോർഷനും വരുന്നുണ്ട്. ബ്ലൗസ് പീസും വരുന്നു. റേറ്റ് വരുന്നത് 1960. അടുത്തതും ഓഫ് വൈറ്റിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ഇതിനോടുകൂടി ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാത്തിലും പാറ്റേൺ വന്നിരിക്കുന്നത്. ഈ ആ ഒരു ബോർഡേഴ്സിൻ്റെ ഡിസൈനിൻ്റെ കളറിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. കലങ്കാരി ഡിസൈനും പുൽക്കാരി വർക്കും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സാരിയാണ്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. ബ്ലൗസ് പീസും പല്ലുവിനോട് സെയിം ആയിട്ടാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 1960.
അടുത്തത് പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബേസിക് കളർ വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് തന്നെയാണ്. ഫുൾക്കാരി വർക്ക് വരുന്നുണ്ട്. ഇതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് പ്ലെയിനും അതിന് താഴെ കുറച്ച് കലങ്കാരി ഡിസൈൻ. ബോഡി പോർഷനിൽ ഫുൾക്കാരി വർക്കും വരുന്നുണ്ട്. ഇതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. പല്ലു പോർഷനും ഇതിൻ്റെ ബോർഡേഴ്സിൻ്റെ ആ ഒരു ഗ്രേപ്പ് കളറിൻ്റെ കോമ്പിനേഷനും ബോഡിയുടെ കളർ കോമ്പിനേഷനും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത്. നല്ല ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സാരീസാണ്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ്. ഒരു 6 ആക്ക് പാറ്റേണിലാണ് ആ ഒരു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും. റേറ്റ് വരുന്നത് 1960. ഇനി ഈ ഒരു പാറ്റേണിൽ വരുന്ന ഓഫ് വൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് കാണിക്കുന്നത്. ഡാർക്ക് ഗ്രേ കോമ്പിനേഷനാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. നെക്കോട്ട ഫാബ്രിക്. നെക്കോട്ടയിൽ ഈ വർക്കെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആൻഡ് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. ലേസ് വർക്ക് വരുന്നു. സാരിയുടെ ഔട്ട്ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് 6 ആക്ക് പാറ്റേണിൽ 1960 റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്രൗണിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നതാണ്. നല്ല നല്ല കളർ കോമ്പിനേഷനും അതുപോലെ ഫുൾക്കാരി വർക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ഒക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നെക്കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. ഓഫ് വൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാറ്റേണൊക്കെ സെലക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 6 ആക്ക് പാറ്റേണിൽ വരുന്ന ബ്ലൗസ് പീസ്. റേറ്റ് 1960. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു റസ്റ്റി ബ്രൗൺ ഷെയ്ഡിലേക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. നെക്കോട്ട ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ലേസ് വർക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. ബ്ലൗസ് പീസ് 6 ആക്ക് പാറ്റേണിലേക്ക് വരുന്നു. റേറ്റ് വരുന്നത് 1960. നെക്സ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു പാറ്റേണിലേക്ക് വന്നിരിക്കുന്നതാണ്. നേരത്തെ ഞാൻ ഡിസ്ക്രിപ്ഷൻ തന്നതാണ്. നെക്കോട്ട ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് കലങ്കാരി ഡിസൈനും അതുപോലെ ഫുൾക്കാരി വർക്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രേപ്പ് വൈൻ കളറിലേക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ലൊരു കളറുമാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ ബോഡി പോർഷനിൽ വർക്ക് വരുന്നുണ്ട്. ബോർഡേഴ്സിലേക്ക് കലങ്കാരിയുടെ ഡിസൈനും അതുപോലെ ലേസ് വർക്കും വന്നിരിക്കുന്നു. എല്ലാം ഒരു സെയിം കളർ. അതിൻ്റെ കൂടെ ചെറിയൊരു ബ്ലാക്ക് ടച്ച് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും പല്ലു പോർഷനിലേക്ക് ആ സെയിം വർക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഇതിലും ഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഫുള്ളായിട്ട് വർക്കോട് കൂടിയിട്ട് തന്നെയാണ്. റേറ്റ് വരുന്നത് 1960. നെക്സ്റ്റ് വൺ ഒരു സ്റ്റാൻഡേർഡ് പിങ്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ഏത് ഏജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കളറാണ്. സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് നെക്കോട്ട അതുപോലെ ഫുൾക്കാരി വർക്ക് വരുന്നുണ്ട്. കലങ്കാരിയുടെ ഡിസൈനും ലേസ് വർക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ബ്ലൗസ് പീസും ഇതുപോലെ ചെറിയ ഡിസൈൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ആ ഒരു ഫുൾക്കാരി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ബോർഡേഴ്സിലെ സ്ലീവെൻറ്റിലേക്ക് ബോർഡറിൻ്റെ ഡിസൈനും വരുന്നു. റേറ്റ് വന്നിരിക്കുന്നത് 1960. നെക്സ്റ്റ് വൺ ഡാർക്ക് ലാവണ്ടർ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനോട് ഇതിലേക്ക് വരുന്നുണ്ട്. ബ്ലൂവും കോഫി ബ്രൗണും ഒക്കെ വരുന്നു. അതായത് കലങ്കാരി ഡിസൈനിലേക്കാണ് ആ ഒരു കളർ കോമ്പിനേഷൻ. ബോർഡേഴ്സിലേക്ക് വരുന്നു. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. ബ്ലൗസ് പീസും ഫുള്ള് വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1960. അടുത്തത് സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡിസൈനിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. നെക്കോട്ട ഫാബ്രിക് ബോഡി പോർഷൻ്റെ വർക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിൻ്റെ ബോർഡേഴ്സിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഫ്ലോറൽ പാറ്റേൺ കൂടാതെ ചെറിയൊരു ലൈൻസും ബോർഡേഴ്സിൽ വരുന്നുണ്ട്. ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോർഡേഴ്സ്. പല്ലു പോർഷൻ വരുമ്പോഴും ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ലേസ് വർക്കും ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ലൈൻസ് വരുന്നു. ബ്ലൗസ് പീസ് ബോഡിയുടെ ആ ഒരു റണ്ണിങ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1960. അടുത്തതും നെക്കോട്ട ഫാബ്രിക്കിൽ അക്കോബ ഡിസൈനുമായിട്ട് വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള സാരീസാണ്. അക്കോബ ഡിസൈൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാണ്. നമ്മൾ എന്തിൽ ചെയ്താലും അത് സാരീസ് ബ്ലൗസ് പീസിലൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽ വരുന്നുണ്ട്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി നെക്കോട്ടയിൽ ആ ഒരു വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സിലേക്ക് ഇതിലും ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഒരു ലീഫി ഡിസൈനിലേക്ക് വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ്. എൻ പോർഷൻ ഇതുപോലെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലു വരുമ്പോഴത്തേനും നല്ല റിച്ചായിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും അതുപോലെ അക്കോബയുടെ ഡിസൈനും വരുന്നു. ബ്ലൗസ് പീസും അക്കോബ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. റേറ്റ് സെയിം ആണ് 1960. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡാർക്ക് ലാവണ്ടർ ടോണിലേക്ക് വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് നെക്കോട്ട അക്കോബ ഡിസൈൻ അതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ഹൈലൈറ്റ് ചെയ്ത ബോഡീസും പല്ലു പോർഷനും. ബ്ലൗസ് പീസും അക്കോബ വർക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1960. അടുത്തതും ലാവണ്ടർ ടോൺ തന്നെയാണ്. അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേണിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നല്ല സോഫ്റ്റ് ആൻഡ് വെയ്റ്റ്ലെസ് ആണ്.
ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്, അക്കോബ വർക്ക് വരുന്നു, ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ബ്ലൗസ് പീസും സെയിം ഡിസൈനിൽ തന്നെ വരുന്നു. റേറ്റ് 1960. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഷെയ്ഡിലേക്കാണ്. ഈ ഒരു പാറ്റേൺ നമുക്ക് 4 ഷെയ്ഡ്സ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നെറ്റ് കോട്ടൺ ഫാബ്രിക്, അക്കോബ വർക്ക്, അതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പല്ലു പോർഷനും ബോർഡറും വരുന്നുണ്ട്. ബ്ലൗസ് പീസും സെയിം ആയിട്ട് തന്നെയാണ്, അക്കോബ വർക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ആയിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 1960. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. താങ്ക് യു.